റിഫ്ലക്സ് ടെക് വേലയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 5.1 ആംപ്ലിഫയർ ആണ്. അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോ കൂടി കാണാം. നമ്മൾ ഈ ആംപ്ലിഫയറിൽ മെയിനായിട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ ഫ്രണ്ട് പാനൽ വ്യത്യാസമാണ്. ഈ ഫ്രണ്ട് പാനൽ നമ്മൾ ചെയ്തിരിക്കുന്നത് പ്യുവർ വൈറ്റ് അല്ല, അതായത് മിൽക്കി വൈറ്റ് അല്ല, നമ്മളൊരു ഓഫ് വൈറ്റ് ക്രീം പോലെയാണ് ചെയ്തിരിക്കുന്നത്. അക്രിലിക്കിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഔട്ടർ എന്ന പോലെയാണ് ഒരു ക്രീം കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സെൻറ്റർ പോർഷൻ കൊടുത്തിരിക്കുന്നത് ഒരു ബ്ലാക്കിൽ ഗ്ലാസ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പുറകുവശം നമ്മൾ അക്രിലിക്കിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് വന്നിരിക്കുന്നതിന് ഒപ്റ്റിക്കൽ, കോയാക്സിൽ, അതുപോലെ തന്നെ ഓക്സിലറി ഇൻപുട്ട്, DVD ഇൻപുട്ട്, പിന്നെ ഇതിൻ്റെ ബനാന സോക്കറ്റുകളാണ് നമ്മൾ സ്പീക്കർ ഔട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. 3-പിൻ പ്ലഗ് ആണ്. പിന്നെ അടുത്തായിട്ട് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് 5.2 1943 എന്ന് പറയുന്ന 5 പെയറാണ് ചാനലിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് ഓരോ ചാനലിൽ 100 വാട്ട് വെച്ചാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സബ്വൂഫറിന് വേണ്ടി നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് മോസ്ഫെറ്റ് തന്നെയാണ്. 240 9240 ആണ് IRF നമ്മൾ മോസ്ഫെറ്റ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് സറൗണ്ട് ബോർഡായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഈ PCM കിറ്റാണ്. ഇത് നല്ല രീതിയിലുള്ള ഒരു PCM കിറ്റാണ്, ഡിജിറ്റലാണ്. ഇതിൽ വന്നിരിക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് 2 കോയാക്സിൽ വന്നിട്ടുണ്ട്, ഒരു ഒപ്റ്റിക്കൽ, അതുപോലെ തന്നെ DVD ഇൻപുട്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻപുട്ടുകൾ വന്നിരിക്കുന്നത്. പിന്നെ ആംപ്ലിഫയറിൽ നമ്മൾ HDMI ഒഴിച്ച് ബാക്കി ഡിജിറ്റൽ ഇൻപുട്ട് വന്നിരിക്കുന്നത് ഒപ്റ്റിക്കലും കോയാക്സിലാണ് ഓഡിയോ ഇൻപുട്ട് വന്നിരിക്കുന്നത്. ട്രാൻസ്ഫോമറായിട്ട് നമ്മൾ ഇതിനകത്ത് ടൊറോയിഡൽ ട്രാൻസ്ഫോമറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയൽ ഒന്ന് ചെക്ക് ചെയ്യാം, അതുപോലെ തന്നെ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ഓഡിയോ ക്വാളിറ്റിക്ക് പറയാനുള്ള പ്രത്യേക കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയോ ക്വാളിറ്റി യൂട്യൂബ് തരുന്ന ഓഡിയോസ് മാത്രമാണ് നമുക്ക് ഇടാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഫിലിം സോങ്സും മറ്റുള്ള സോങ്സുകളൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൻ്റെ സ്റ്റോറീസിൽ ചില സമയങ്ങളിൽ ഇടാറുണ്ട്, പുതിയ ആംപ്ലിഫയർ ഉണ്ടാക്കുമ്പോൾ ഇടാറുണ്ട്. അതൊന്ന് പോയിട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫിലിം സോങ്സ് ആയിട്ട് കേൾക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ മുൻവശം വരുന്നത്. ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് എൻകോഡറാണ്. ഇതിൽ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വോളിയം പ്ലസ് ചെയ്യാനും മൈനസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ റിയർ, സെൻറ്റർ, സബ്വൂഫർ ഇതൊക്കെ ഇതിനകത്ത് കൂടി നമുക്ക് സാധിക്കും. ലോങ് പ്രസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇൻപുട്ടുകൾ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. താഴെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു പവർ ഓൺ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. എൽക്കോണ്ടയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഈ കളർ ഒരു ഓഫ് വൈറ്റ് ആണ്, മിൽക്കി വൈറ്റ് അല്ല, ഒരു ക്രീം പോലെ തോന്നുന്നതാണ്. ഓഫ് വൈറ്റ് ആണ് നമ്മൾ ഇതിനകത്ത് ഔട്ടർ കൊടുത്തിരിക്കുന്നത്. ഉൾവശം കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ഗ്ലാസ്സിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്തൊരു ഡിസ്പ്ലേ ഇതിൽ ഫംഗ്ഷനുകളെല്ലാം എഴുതി കാണിക്കുന്നതാണ്. പിന്നെ ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് സബ്വൂഫറിൻ്റെ ഒളിയാണ്, പ്ലസ് മൈനസ്. അതിൻ്റെ താഴെയായിട്ടാണ് USB പാനൽ കുത്താനുള്ള ഒരു സ്ലോട്ട് കൊടുത്തിരിക്കുന്നത്. ഇത്രയാണ് അതിൻ്റെ മുൻവശത്തെ കാര്യങ്ങൾ വരുന്നത്. പിന്നെ റിമോട്ടിൽ വരുന്നത് നമുക്ക് ഇതിനകത്ത് ഏറ്റവും മുകളിലായിട്ട് ഡിജിറ്റൽ കാണാം. ഈ ഡിജിറ്റൽ നമ്മൾ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒപ്റ്റിക്കൽ ഇൻപുട്ട്, കോയാക്സിൽ 1, 2 ഇതൊക്കെ സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിന് താഴെ ഒരു VU മീറ്റർ ഉണ്ട്. ചെറിയ രീതിയിൽ ഇതിനകത്തൊരു VU മീറ്റർ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. പിന്നെ അനലോഗ് ഇൻപുട്ടാണ്, DVD ഇൻപുട്ട്, TV. പിന്നെ USB-യുടെ സെലക്ട് ചെയ്യാനുള്ള ബട്ടനാണ്. അതിൻ്റെ മുകളിലായിട്ടാണ് 5.1 ഇൻപുട്ട് സെലക്ട് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ USB പാനലിൻ്റെ വോളിയം പ്ലസ് മൈനസ് ആണ്. ഇത് പാട്ട് നെക്സ്റ്റ് ചെയ്യാനുള്ള ബട്ടനാണ്. അതിൻ്റെ താഴെയായിട്ടാണ് ഫ്രണ്ട് പ്ലസ് മൈനസ് വോളിയത്തിൻ്റെ കൊടുത്തിരിക്കുന്നത്. റിയർ, അതായത് സറൗണ്ട് പ്ലസ് മൈനസ്, സബ്വൂഫർ പ്ലസ് മൈനസ്, സെൻറ്റർ പ്ലസ് മൈനസ്, മാസ്റ്റർ വോളിയത്തിൻ്റെ ഒരു പ്ലസ് മൈനസ് ആണ്. പിന്നെ ഇതിൻ്റെ ബേസ്, ട്രബിള്. പിന്നെ ഈ USB പാനലിൻ്റെ മോഡ് നമ്മൾ ബ്ലൂടൂത്തിലേക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മോഡ് വഴി സെലക്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതൊക്കെയാണ് റിമോട്ടിലും വരുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ പുറകുവശം വരുന്നത്. ഈ സൈഡിലാണ് നമ്മൾ HDMI കൊടുക്കാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും HDMI വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് HDMIയുടെ കാർഡ് ഉപയോഗിച്ച് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ PCM കിറ്റ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് 2 കോയാക്സിലാണ്, കോയാക്സിൽ 1, കോയാക്സിൽ 2. അതുപോലെ തന്നെ ഇതിനകത്ത് 2 ഓക്സിലറി ഇൻപുട്ട് ഉണ്ട്, ലെഫ്റ്റ് റൈറ്റ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഒപ്റ്റിക്കൽ ഇൻപുട്ട് ഉണ്ട്. ഇത് വന്നിരിക്കുന്നത് DVD ഇൻപുട്ടാണ്. ഇത് ഫ്രണ്ട്, ലെഫ്റ്റ് റൈറ്റ്, അതുപോലെ തന്നെ സബ്വൂഫർ, സെൻറ്റർ, സറൗണ്ട്, ലെഫ്റ്റ് റൈറ്റ്, അങ്ങനെ 6 ഇൻപുട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് നമ്മൾ 5.2 വേണമെന്നെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 ഹോൾ ഇവിടെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുന്നത്. ഇത് സബ്വൂഫർ, ഒരു സബിൻ്റെ ഔട്ടാണ് സ്പീക്കർ ഔട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് സറൗണ്ട്, ലെഫ്റ്റ് റൈറ്റ് ആണ്. ഇത് സെൻറ്റർ, അതുപോലെ തന്നെ ഫ്രണ്ട്, ലെഫ്റ്റ് റൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് മൈനസ് ആണ് ഇതെല്ലാനും. ഈ ഭാഗത്ത് വന്നിരിക്കുന്നതാണ് ഫ്യൂസ്. ഇത് നമ്മൾ ഉപയോഗിച്ചിരുന്നത് എൽക്കോണ്ടയാണ്. എൽക്കോണ്ട അല്ലെങ്കിൽ എൽകോം ഇതൊക്കെയാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കാറ്. AX, MX ഇതൊക്കെ തന്നെയാണ് ഏറ്റവും നല്ല ക്വാളിറ്റികൾ, അതൊക്കെ തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. പിന്നെ ഇതിനകത്തൊരു 3-പിൻ പ്ലഗ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കമ്പ്യൂട്ടർ സോക്കറ്റ് ഊരിയെടുക്കാവുന്ന രീതിയിലാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതേപോലെ തന്നെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വരുന്നത്. ഈ ഭാഗത്ത് നമ്മൾ ഫ്യൂസ്, AC സോക്കറ്റ്, പിന്നെ അതിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോമർ. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ടൊറോയിഡൽ ട്രാൻസ്ഫോമറായിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്.
ഇതിൽ തന്നെ 2-3 ടൈപ്പ് സപ്ലൈ ഉണ്ട്. നമുക്ക് 12 വോൾട്ട് ഡയറക്റ്റ് എടുക്കാനുള്ളതുണ്ട്, ഫാൻ വർക്ക് ചെയ്യാനുള്ളതും ബാക്കിയുള്ള പവർ സപ്ലൈകൾ ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്നത് 10,000-ൻ്റെ 4 കപ്പാസിറ്ററാണ് നമ്മൾ ഇതിനകത്ത് കെൽട്രോൺ കൊടുത്തിരിക്കുന്നത്. 40,000 ഫിൽട്രേഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് മെറ്റൽ ഡയോഡാണ് ഇത് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫാനിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്ലൈ ആണ്. ഇത് വന്നിരിക്കുന്നത് സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. നമ്മൾ 5 ചാനൽ സ്പീക്കർ പ്രൊട്ടക്ഷൻ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ പവർ സപ്ലൈ ആണ്. പിന്നെ നമ്മളൊരു കൂളിംഗ് ഫാൻ വെച്ചിരിക്കുന്നു. ഇതാണ് നമ്മുടെ 5 ചാനൽ വന്നിരിക്കുന്നത്. ഓരോ പെയർ വന്നിരിക്കുന്നത് 100 വാട്ടാണ്. 5200-1943 തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഓരോ പെയർ 100 വാട്ട് വെച്ചാണ്. അങ്ങനെ 5 ചാനലിന് വേണ്ടി 500 വാട്ട് കിട്ടും. പിന്നെ മോസ്ഫെറ്റാണ് നമ്മൾ ഇതിനകത്ത് അടുത്തായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് സബ് വൂഫറിന് വേണ്ടിയിട്ട്. ഇത് IRF 240 940 പെയറാണ്. 2 പെയർ ബ്രിഡ്ജായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് സബ് വൂഫറിന് വേണ്ടിയിട്ട്. അടുത്തായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ഇതിനകത്ത് സ്പീക്കർ പ്രൊട്ടക്ഷനാണ്. നമ്മൾ തന്നെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന പവർ ടെക്കിൻ്റെ തന്നെ സ്പീക്കർ പ്രൊട്ടക്ഷനാണ്. 5 ചാനലിനും സബ് വൂഫറിന് വേണ്ടിയിട്ട് വലിയ റിലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ PCM കിറ്റ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഒപ്റ്റിക്കൽ, കോയാക്സിൽ, ഓക്സിലറി ഇൻപുട്ട്, 6 ചാനൽ ഇൻപുട്ട് ഇതൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഡിജിറ്റലാണ് ഈ ബോർഡ് വന്നിരിക്കുന്നത്. പിന്നെ ഈ ഭാഗത്ത് ബനാന സോക്കറ്റിൻ്റെ സ്പീക്കർ ഔട്ടുകളാണ് ഈ പുറകിൽ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഇൻറ്റീരിയൽ കണ്ടിരിക്കുക, അതുപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റി കേട്ടിരിക്കും. ഓഡിയോ ക്വാളിറ്റിക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ യൂട്യൂബ് തരുന്ന സോങ്സ് മാത്രമാണ് നമുക്ക് ഇടാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഇത്തിരി കൂടി വ്യക്തമായിട്ട് ഫിലിം സോങ്സ് ഒക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ സ്റ്റോറീസിൽ ഞാൻ ഓരോ ആംപ്ലിഫയറിൻ്റെയും വർക്ക് കഴിയുമ്പോൾ ഞാൻ ഫിലിം സോങ്സ് ആയിട്ട് ഇടാറുണ്ട്. നിങ്ങളത് പോയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിലിം സോങ്സ് ആയിട്ട് ഹിന്ദി, മലയാളം, തമിഴ് എന്ന രീതിയിൽ കേൾക്കാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ വില വിവരങ്ങളും ഡീറ്റെയിലുകളും എല്ലാം ഞാൻ താഴെ കൊടുക്കാറുണ്ട്. വീഡിയോയിൽ പറഞ്ഞാലും നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിക്കാറില്ല, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് താഴെ എഴുതുന്നത്. ഇതിൻ്റെ എന്തൊക്കെ ഉപയോഗിച്ചാണ്, എന്തൊക്കെ വിലകളെല്ലാം എഴുതാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ അതൊന്ന് പോയിട്ട് ചെക്ക് ചെയ്താൽ മതി, എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ അവർക്ക് ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അത് അമർത്തിയാലാണ് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.